ഇന്ന് നമ്മളെ പണി നടക്കുന്നത് ചെറുമുക്ക് ജീലാനിയൊക്കെ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് മതിലിൻ്റെ മേലെ കമ്പി വെക്കുന്നതാണ് ഇന്നത്തെ പണി. സാധാരണ ഈ കമ്പി വെക്കുന്ന പടുക്കുമ്പോൾ തന്നെ വെക്കല്. ഇത് 3 കമ്പി വെക്കണം വീട്ടുകാരൻ പറഞ്ഞപ്പോൾ അത് പിന്നെ പടവിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ ഇൻട്രസ്റ്റിക്കാരെ കൊണ്ട് കമ്പിമ വെൽഡ് ചെയ്യിച്ച് ഫ്രെയിമാക്കി വെച്ചു. ഇനി ചെയ്യേണ്ടത് ആ കമ്പി ഡ്രില്ല് ചെയ്തിട്ട് പടവിനുള്ളിൽ താത്തി വെച്ചാൽ മതി. അതാണ് ഇന്നത്തെ പണി. അങ്ങനെ ഫ്രെയിം എടുത്ത് അളവ് നോക്കി ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഡ്രില്ലിട്ട് ഹോൾസ് കുത്തണം. നമ്മൾക്ക് ഡ്രില്ലുണ്ട്, ബാറ്ററിൻ്റെ ഡ്രില്ലാണ്. അതുകൊണ്ട് കറണ്ടിൻ്റെ ആവശ്യമില്ല. കറണ്ട് പോയാൽ നമ്മളെ പരിപാടി നടക്കും. അതേപോലെ ആൻകട്ടും ബാറ്ററിൻ്റെ ആണ്. അതുകൊണ്ട് വയറും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സുഖമായിട്ട് പണിയെടുക്കാം. കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെ പണികൾ നടക്കും. ഇന്നിപ്പോൾ കറണ്ടിൻ്റെ ബാറ്ററി കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കട്ട് ചെയ്ത് 2 സൈഡിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഭാഗം കീറി കൊടുക്കാറുണ്ട്. നമ്മളെ ഉള്ളിയാമ്പറയിട്ട് എല്ലാം തട്ടി കൊടുക്കുകയാണ്. കട്ടർ 2 ചാലാക്കിയിട്ടുള്ളേന്ന്. അപ്പോൾ അത് നമ്മളെ ഉള്ളിയാമ്പറ എടുത്ത് കണ്ട് തട്ടി റെഡിയാക്കി കൊടുക്കും. ആ ATMൻ്റെ കമ്പിയാണ് പട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ നിന്നാൽ മതി. അപ്പോൾ മേലെ ഒരു കൊതവായിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കട്ടർ വെച്ച് കൊണ്ട് താത്തി കൊടുത്താൽ പടവിൻ്റെ നേരെ മേലെ ഇറക്കി കൊടുത്താൽ മതി. പിന്നെ പണി എളുപ്പവും. പിന്നെ നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് വെച്ചിട്ട് ഉറപ്പിച്ചാൽ മതി. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. 2 സൈഡിൽ കട്ട് ചെയ്യേണ്ടി വരും. അടിക്ക് ഡ്രില്ലായിട്ട് ഓട്ട കുത്തും. അത്രേ ഉള്ളൂ. എന്നാൽ നേരെ അതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ടാണ് ഇനി പരിപാടി. ഫ്രെയിം എടുത്ത് വെച്ച് വെക്കുകയാണ്. കറക്റ്റ് ആ ചാല് കൂടെ ഇറക്കി താത്തി തന്നെ വെക്കുകയാണ്. 2 മുട്ടൊക്കെ കൈയിട്ട് മുട്ടി കൊടുത്താണ്ട് ഇറങ്ങി പോകും. അപ്പോൾ ഏകദേശം ആ ഹോൾസൊക്കെ ഇറക്കി വെച്ച് ഇനിയിപ്പോൾ 2 ആമറായിട്ട് നമ്മൾ 2 മുട്ട കിട്ടും. അതാ. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ 2 മാറ്റങ്ങൾ കൊടുത്തപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫിറ്റ് ലെയർ നോക്കും. ഫിറ്റ് ലെയർ കറക്റ്റാണ് നോക്കും. ഏകദേശം മതിൽ വാട്ടർ ലെയർ അതുകൊണ്ട് വലിയ സീനുകളൊന്നുമില്ല. അത് കറക്റ്റ് ചെയ്ത് പോന്നാൽ മതി. അപ്പോൾ ടൈറ്റ് ആകുമ്പോൾ കൊണ്ട് നല്ല 2 അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ തോത് വെച്ച് നോക്കുന്നുണ്ട്. ഏകദേശം എപ്പോഴും വാട്ടർ ലെയർ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അത് തോതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് അതിൻ്റെ അടുത്തുള്ള വെക്കാൻ തുടങ്ങി. അതും ഡ്രില്ല് ചെയ്ത് ആദ്യം ഹോൾസ് കുത്തുകയാണ്. അങ്ങനെ മതിലിൻ്റെ മൂലക്കിലായതുകൊണ്ടാണ് ഡ്രില്ലിൽ കുത്തുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കുത്തും. അത് സെൻട്രലാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ പൈപ്പ് വെക്കുന്നത് പടവിൻ്റെ സെൻറ്ററിൽ വെച്ചാണ്. അപ്പോൾ മേലെയും കട്ട് ചെയ്യാണ്ടാവും. മേലത്തെയും സൈഡിലും അതേ സെൻറ്ററിലാണ് കട്ട് ചെയ്യേണ്ടത്. എന്നാലും നമ്മളെ പട്ടയിൽ കയറി നിൽക്കുള്ളൂ. അങ്ങനെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ആണ് ഇത് വെക്കുന്നത്. ചിലത് കറക്റ്റ് ആയിരിക്കും, ചിലത് ലേശം കൂടുതലുണ്ടാവും, ഒരു 1/4 ഇഞ്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത്. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ ഗ്രൗട്ടിലെല്ലാം വെച്ച് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ഉള്ളിയാമ്പറ്റി കട്ട് ചെയ്തിട്ട് ഉള്ളിയാമ്പറ്റി എല്ലാം തട്ടി കൊടുത്തുകൊണ്ട് 2 ചാലാക്കിയിടും. ആ ചാലിൽ കറക്റ്റ് ഇറക്കി കൊടുത്തു 2 അടി അടിച്ച് കഴിഞ്ഞാൽ 2 ഹോൾസ് 2 സൈഡിലുണ്ടല്ലോ. അപ്പോൾ ഈ കമ്പിക്ക് കുറച്ച് കമ്പി ലേശം കൂടുതൽ നീട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഒരു 4 ഇഞ്ചിൻ്റെ കൂടുതലുണ്ട് കമ്പി. അപ്പോൾ നമുക്ക് ആ 3 ഇഞ്ച് കയറ്റിയാൽ മതി. അപ്പോൾ കുറച്ച് 1.5 ഇഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിനെ ബ്ലേഡ് മാറ്റിയിട്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. 2 സൈഡിലുണ്ട് കൂടുതലുണ്ട്. അപ്പോൾ അത്രയൊന്നും വേണ്ട, ആകെ ഒരു 2 ഇഞ്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ 4.5 ഇഞ്ചിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയൊന്നും വേണ്ട, 2 ഇഞ്ച് പിടുത്തം കിട്ടിയാൽ മതി. ബാക്കി മേലെയും പിടുത്തം വരുന്നുണ്ട്. പിന്നെ 2 സൈഡ് തേച്ച് വരുമ്പോൾ അതിലും പിടുത്താണ്. അപ്പോൾ ഒന്നും സംഭവിക്കില്ല, എവിടേക്കും പോവില്ല. കാരണം ഉള്ളിലെല്ലാം ടൈറ്റായി കിടക്കുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ ദിവസം തേപ്പ് തുടങ്ങില്ലേ. അപ്പോൾ പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇതന്നെ ഇപ്പോൾ നല്ല അടിച്ച് താത്തി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പും കൂടി അതിലുണ്ടാവും. അങ്ങനെ ഫിറ്റിൽ വെച്ച് നോക്കും ഓരോ ഇത് വെച്ചിട്ട്. അങ്ങനെ ഏകദേശം 1 2 5 ഫ്രെയിം ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട്. ഇനി ചെറിയൊരു ഫ്രെയിമുണ്ട്, അതും കൂടി വെക്കാനുള്ളത്. ചെറുതല്ല, ഇനി 2 ഫ്രെയിം കൂടി ഉണ്ട്. 2 അല്ല 3. ആ കാണുന്ന ഈ സൈഡിലും ഉണ്ട്. അങ്ങനെ അത് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏകദേശം പുറത്തുനിന്ന് നോക്കിയുള്ള കാഴ്ചയാണത്. ഏകദേശം അതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് തേപ്പിനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ നമ്മളെ ഈ
ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണത്. ഏകദേശം വെച്ചപ്പോൾ എല്ലാം അടിപൊളിയായി, മതിൽ കാണാനും അത്യാവശ്യം ലുക്കായി. അങ്ങനെ ലാസ്റ്റ് സൈഡിൽ ചെറിയൊരു പീസും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെറിയ പീസും കൂടി വെക്കുകയാണ്. ആ ചെറിയ പീസിനുള്ള കട്ട് ചെയ്യുകയാണ്. ഏകദേശം കട്ട് ചെയ്ത് ഇനി നല്ല പൊടിയാണ്, ഇപ്പം അത്യാവശ്യം വെയിലും ഉണ്ട്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അത് കുത്തി ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ ഡ്രില്ലേറ്റ് 2 ഹോൾസും കൂടി ഇടണം. അങ്ങനെ ഹോൾസിടുകയാണ്. ഇപ്പോൾ ഏകദേശം ലാസ്റ്റത്തെ പീസായി തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഹോൾസൊക്കെ ഏകദേശം റെഡി കഴിഞ്ഞ് ആ ഫ്രെയിമും കൂടി കയറ്റി വെക്കുകയാണ്. അങ്ങനെ ആ ഫ്രെയിമും കൂടി കയറ്റി വെച്ചിട്ടുണ്ട്. തട്ടിയിട്ട് നല്ല ടൈറ്റാക്കി കൊടുത്ത് ഫിറ്റിലെല്ലാം വെച്ച് ക്ലിയർ ആണോ നോക്കി. അപ്പോൾ ഓക്കെ, ക്ലിയറായി. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഈ സൈഡിലും കൂടി ചെറിയൊരു പീസ് ഉണ്ട്. ഫിറ്റിൽ ഒന്നുകൂടി നോക്കുകയാണ്. ഡൗട്ട് വന്നാൽ നോക്കണം, കാരണം എന്താ വെച്ചാൽ മതിലാണ്, പിന്നീടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 2ാം പണി എടുക്കൽ ശരിയല്ല. അതുകൊണ്ട് കറക്റ്റ് ഫിറ്റിലെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുക്കും. പിന്നെ സൈഡും നമ്മൾ ഫിറ്റിലെല്ലാം വെക്കുന്നുണ്ട്, 2 സൈഡും വെക്കും. അപ്പോൾ റെഡിയായി. അങ്ങനെ ഏകദേശം എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഗ്രൗട്ട് വെച്ച്, കമ്പിൻ്റെ അവിടെ എല്ലാം ഗ്രൗട്ട് വെച്ച് സ്ട്രോങ് ആക്കണം. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഏതായാലും ടൈമുണ്ട്, ഒരു ഉച്ചയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മതിൽ തേപ്പ് തുടങ്ങി. മതിൽമ ഗ്രൂ കട്ടിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പണിയിലാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടത്. ശേഷം മാർക്ക് ചെയ്തിട്ട് ഗ്രൂ കട്ടിങ് എല്ലാം വാട്ടർ ലെവലിലാണ് വെട്ടുന്നത്. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരനാണ് നമ്മൾ ഹെൽപ്പറിന്ന്, ഞങ്ങൾ 2 ആളാണെന്നുള്ളത്. അങ്ങനെ ഞാനിത് വെട്ടുന്ന ടൈമിൽ ഇന്ത്യക്കാരൻ അവിടെ അടുത്ത ചുമരടിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം വെട്ടി 2 പീസ് വെട്ടി. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി വെട്ടാണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടൈമായി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മളിനി വലിയ ചുമരടിച്ചാൽ തീരില്ല, ഗ്രൂ കട്ടിങ് കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ബാക്കി ടൈമിലാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്തത്. അപ്പോൾ ഏകദേശം നമ്മൾ പണി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൂ കട്ടിങ് ആ ചെറിയതും, പിന്നെ നമ്മൾ ചെയ്തത് അവിടെ മതിലും തേച്ച്, അവിടേക്ക് ഗ്രൂ കട്ടിങ് ഇല്ല, അത് ഈ മതിലാണ് തേച്ചത്. അപ്പോൾ ഇന്നത്തെ പണി ഇത്രേ ഉള്ളൂ. ഈ മതിൽ തേപ്പും ആ ഗ്രൂ കട്ടിങ്ങും പിന്നെ ഇപ്പോൾ നമ്മളെ കമ്പി വെച്ചതും. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വരാം. ഓക്കെ. പിന്നെ ഈ മതിലിന് ഒരുപാട് ഡിസൈനുണ്ട്. ഡിസൈനല്ല, ബോർഡർ, സെറ്റർ കട്ടിങ് എല്ലാം ഉണ്ട്. അത് ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.